الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലേറെ വിലപ്പെട്ട സമയം, ഏറെ മഹനീയമായ സമയം, അതിവേഗതയിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കുതിക്കുമ്പോൾ ജീവിതം നമ്മയും കൊണ്ട് അതിൻ്റെ അന്ത്യത്തിലേക്ക് കുതിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദാ ഇത്തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖ്. സൂര്യൻ അസ്തമിച്ചാൽ ആകാശത്തിന്റെ വിഹായസിൽ കാണുന്നതാണ് ഷഫഖ്. ആ ചുവപ്പ് വർണ്ണം അല്പനേരം കഴിയുമ്പോൾ രാത്രിയുടെ ഇരുളിന് വഴിമാറിക്കൊടുക്കും. ചന്ദ്രൻ അതിന്റെ ഒരേ ദിശയിൽ ഒരേ അവസ്ഥയിൽ നിലനിൽക്കുന്നില്ല. മാറി 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 നമ്മുടെ കണ്ണിന് അതിന്റെ വലിപ്പത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. രാവ് പകലിനും പകല് രാവിനും വഴിമാറുന്നത് നാം കാണുന്നു. ലതർകബുന്ന തബഖൻ അൻ തബഖ്. ഇതുപോലെ നിങ്ങൾ മാതൃഗർഭത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, ഇനി ഭൂമിയിൽ നിന്ന് ഖബറിലേക്ക്, ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക്, ഇങ്ങനെ ഘട്ടം ഘട്ടങ്ങളായി മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം നശ്വരമാണെന്ന് ഈ ദിനരാത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. മനുഷ്യർ പ്രാധാന്യം കൊടുക്കുന്നത് ഈ നൈമിഷികമായ ലോകത്തിനാണ്. ഓരോ മിനിറ്റും മണിക്കൂറും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നമ്മയും കൊണ്ട് ഖബറിലേക്ക് സഞ്ചരിക്കുന്ന ഈ ദുനിയാവിന്റെ പിന്നാലെയാണ് ആളുകളുള്ളത്. വൽ ആഖിറതു ഖൈറും വ അബ്ഖാ. നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നിങ്ങൾ മുന്നൊരുക്കം നടത്തേണ്ടത് ആഖിറത്തിന് വേണ്ടിയാണ്. ജീവിതം അതിവേഗതയിൽ കൊഴിഞ്ഞു പോകുമ്പോൾ യതഖാറബു സമാൻ, കാലം അടുത്തായി തോന്നുമ്പോൾ ഫൻതദിറിസ്സാഅ, ഈ ലോകത്തിന്റെ അവസാനം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. മനുഷ്യരുടെ ഹിസാബ്, വിചാരണ അവരുടെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. പക്ഷെ മനുഷ്യർ അശ്രദ്ധയിലാണ്. അവൻ ദുനിയാവിന്റെ തിരക്കിലാണ്. ദുനിയാവിലുള്ള നേട്ടങ്ങളുടെ പിന്നാലെ അവൻ കുതിക്കുകയാണ്.
വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാളും തൊട്ടടുത്തുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം. അതിനാൽ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. കാലം മുന്നോട്ട് ഗമിക്കുമ്പോൾ ഏറ്റവും അഫ്ദലായ, ഏറ്റവും ഖൈറായ, ഏറ്റവും മഹനീയമായ മാസം അതിവേഗതയിൽ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെയാണ് നാം സ്മരിക്കേണ്ടത്, മരണത്തെയാണ് നാം ഓർക്കേണ്ടത്. ദുനിയാവും പരലോകവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഉറക്കമെഴുന്നേറ്റതുപോലെയാണ് ദുനിയാവിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 309 കൊല്ലം ഗുഹയിൽ ഉറങ്ങിപ്പോയ ഗുഹാവാസികൾ വലഖദ് ബഅത്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലുൻ മിൻഹും കം ലബിസ്തും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. 309 കൊല്ലം ഗുഹയിൽ ഉറങ്ങിയ അവർ നാം എത്ര കാലം കഴിച്ചുകൂട്ടി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബഅദൻ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗങ്ങൾ മാത്രം എന്നാണ്. വിശുദ്ധ ഖുർആൻ തോഹയുടെ അവസാന ഭാഗത്ത് സത്യനിഷേധികളുടെ പരലോകത്തുള്ള സംഭാഷണം അല്ലാഹു എടുത്തു കൊടുക്കവേ അവർ പറയുന്നുണ്ട്, നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ അല്പം ദിവസങ്ങളോ മാത്രമാണ് ദുനിയാവിൽ താമസിച്ചിരിക്കുന്നത് എന്നതാണ്. സുഹൃത്തുക്കളെ, നശ്വരമാണ് ഈ ദുനിയാവ്. ഇത് അൽ ആജിലത്താണ്, ക്ഷണികമാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹന്നാസു തഖൂ യൗമൻ, ജനങ്ങളെ നിങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം, ഒരു ദിനത്തെ നിങ്ങൾ ഭയക്കുകയും വേണം. അന്ന് മക്കൾക്ക് മാതാപിതാക്കളെയോ മാതാപിതാക്കൾക്ക് മക്കളെയോ ഉപകാരപ്പെടുകയില്ല. വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. ക്ഷണികമായ ഈ ദുനിയാവും ഇവിടെയുള്ള ആസ്വാദനങ്ങളും ഇവിടെയുള്ള സന്തോഷങ്ങളും ഇവിടെയുള്ള അടിപൊളികളും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, പരമവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നുണ്ട്. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതം വളരെ ചുരുങ്ങിയതാണ്, സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. എവിടെ എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് 4 മാസം പ്രായമുള്ളപ്പോൾ നമ്മുടെ ഗർഭാവസ്ഥയിൽ മലക്ക് രേഖപ്പെടുത്തിയോ അതുപോലെ ഈ ലോകത്ത് നിന്ന് നാം പെട്ടെന്ന് വിടവാങ്ങുമ്പോൾ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ആയത്തിനെ അല്ലാഹു അവസാനിപ്പിച്ചത് നിങ്ങൾ ജീവിക്കുന്ന ഈ ദുനിയാവ് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് എന്നാണ്. ചത്ത ആടിനെ നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംഗവൈകല്യമുള്ള ഈ ചത്ത ആടിനെ നിങ്ങൾ ആരും വില കൊടുത്തു വാങ്ങില്ലെങ്കിൽ ഈ ദുനിയാവ് അതിനേക്കാൾ നിസാരമാണ്. യാത്രാ വഴിയിൽ ക്ഷീണമകറ്റാൻ വൃക്ഷത്തിന് ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് കൊതുകിന്റെ ചിറകിന്റെ അത്ര വില കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന ഒരുത്തനും ഒരു തുള്ളി വെള്ളം പോലും പടച്ചിറബ് കൊടുക്കുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിന് അള്ളാഹു കൊതുകിന്റെ ചിറകിന്റെ വാല്യൂ പോലും നിശ്ചയിച്ചിട്ടില്ല എന്ന് ആ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷണം കഴിക്കാറില്ലേ? ഉണ്ട്. ആ ഭക്ഷണം എന്തായിട്ടാണ് പോകാറുള്ളത്? മാലിന്യമായിട്ട് ആരും കാണാത്ത ഇടത്തിൽ നാം അടക്കം ചെയ്തിരിക്കുകയാണത്. അതെത്ര വില കുറഞ്ഞതാണോ, എത്ര നിസാരമാണോ, എത്ര മൂല്യമില്ലാത്തതാണോ അത്രയും മൂല്യം കുറഞ്ഞതാണ് നിങ്ങൾ ജീവിക്കുന്ന ഈ ദുനിയാവെന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യനിഷേധികൾ പ്രവാചകന്റെ ഹൃത്തടത്തിൽ നോവുണ്ടാക്കിയപ്പോൾ, പ്രവാചകനെ വിമർശിച്ചപ്പോൾ, പ്രവാചകനെ വേദനിപ്പിച്ചപ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചപ്പോൾ, പിഞ്ചുമക്കൾ മരിച്ചു കിടക്കുന്ന വീട്ടിൽ വന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് ഈ ദുനിയാവിനേക്കാളും ഏറ്റവും ഖൈറായത്
പരലോകമാണ്. ആയുസ്സിനെ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവിശാലമായി കിടക്കുന്ന ഭൂമിയുടെ 2 ഭാഗത്തിലധികം വിശാലമായി കിടക്കുന്ന സമുദ്രത്തിൽ വിരൽ മുക്കി മുകളിലേക്കെടുത്താൽ ആ വിരലിന്റെ അഗ്രഭാഗത്തുള്ള വെള്ളത്തുള്ളികളാണ് ദുനിയാവെന്നും ബാക്കി സാഗരത്തിലുള്ള വെള്ളമാണ് പരലോകത്തെ ജീവിതമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരന്മാരെ, കാലം അതിവേഗതയിൽ നമ്മയും കൊണ്ടുപോകുമ്പോൾ ജീവിതമാണ് അവസാനിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് റമദാനിന്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക കാര്യങ്ങൾ വിലയിരുത്താൻ പരീക്ഷയും പ്രോഗ്രസ് റിപ്പോർട്ടും ഉള്ളതുപോലെ കച്ചവടക്കാരൻ തന്റെ കച്ചവടത്തെ വിലയിരുത്തുന്നത് പോലെ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനുഹാ ഖബ്ല അൻ തുസനു വതഅഹബു ലിഗർദിൽ അക്ബർ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അണികളെ ഉപദേശിച്ചതുപോലെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ഹിസാബിന് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം. വസിനുഹാ ഖബ്ല അൻ തുസനു, പടച്ച റബ്ബിന്റെ മീസാനിൽ വെച്ച് നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കും മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കണം. വതഅഹബു ലിഗർദിൻ അക്ബർ, പടപ്പുകളുടെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് രംഗപ്രവേശനം ചെയ്യലല്ല നിന്റെ ദൗത്യം. വേറിട്ട തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ, അറ്റൻഷൻ പിടിച്ചുപറ്റാൻ ശ്രമിക്കലല്ല നിന്റെ ദൗത്യം. വതഅഹബു ലിഗർദിൽ അക്ബർ, പണത്തെക്കാളും പ്രതാപത്തെക്കാളും പെരുമയേക്കാളും പ്രശസ്തിയേക്കാളും പ്രൗഢിയേക്കാളും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നീ ഒറ്റക്ക് വന്നു നിൽക്കുന്ന ആ സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കാൻ ഞാനാകുന്ന വ്യക്തി എന്ത് ചെയ്തു വച്ചിട്ടുണ്ടെന്ന ചിന്തയും ആലോചനയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കവുമാണ് സഹോദരന്മാരെ നാം നടത്തേണ്ടത്. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ ഫതസവ്വദു, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം. ഹജ്ജിനുള്ള യാത്രക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. നിങ്ങൾ വസ്ത്രം റെഡിയാക്കണം. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം. യാത്രക്ക് വേണ്ടത് ഒരുക്കണം. നിങ്ങൾ വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് അത് തഖ്വയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരന്മാരെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരു പ്രദർശന നാളുണ്ട്. യൗമഇദിൻ തുഅറദൂന ലാ തഖ്വാ മിൻകും ഖാഫിയ, ഒരാളുടെയും ജീവിതത്തെ മറച്ചു പിടിക്കാതെ മായ്ച്ചു വെക്കാതെ മാലോകരുടെ മുന്നിൽ കോടാനുകോടി മനുഷ്യന്മാർ, ആദം നബി മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള ആളുകൾ മുഴുവൻ പടച്ച റബ്ബിന്റെ മുന്നിൽ യുഹ്ശറൂന, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ പ്രദർശിപ്പിക്കുന്ന ആ ഒരു നിമിഷം ഒന്നും തന്നെ മറച്ചു വെക്കാതെ, ഒന്നും തന്നെ രഹസ്യമാക്കി വെക്കാതെ പ്രദർശിപ്പിക്കുന്ന അന്ന് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ മുന്നിൽ ഓരോരുത്തരും വിവസ്ത്രരായി ചെരുപ്പ് ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ എണീറ്റ് നിൽക്കുന്ന നാളിൽ വിജയിക്കാൻ പറ്റും വിധത്തിൽ നാം നമ്മെ ഒരുക്കണമെന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. പരിശുദ്ധ റമദാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. ഷഹീദായവനേക്കാളും സ്വർഗത്തിൽ ഒരു പടി ഉയരത്തിൽ നിൽക്കുന്നത് ഒരു റമദാൻ കൂടുതൽ ലഭിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅത്മംതു അലൈക്കും നിഅമതി, ഈ ദീൻ കൊണ്ട് നിങ്ങൾക്കിതാ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദീനിന്റെ അനുഗ്രഹമാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിലൂടെ നിർബന്ധ ബാധ്യതയായ വ്രതം പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കുന്നു എന്ന ചാരിതാർത്ഥ്യം നമുക്കുണ്ടോ? അതല്ല, വെറും വയറിന് മാത്രമാണോ നമ്മുടെ വ്രതം എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ അവയവങ്ങളും നമ്മുടെ നാവും നോമ്പിലാണോ? ഇക്കഴിഞ്ഞ 26 നോമ്പുകൾ ആ ഒരു നിലയ്ക്ക് എനിക്ക് ചിട്ടപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന ആത്മാർത്ഥമായ ചിന്തയുണ്ടാകണം. കണ്ണിന് മുന്നിൽ ഹറാമുകൾ മിന്നിമറിയുമ്പോൾ, കൂട്ടുകാർ ഹറാമിലേക്ക് ക്ഷണിക്കുമ്പോൾ, ട്രെൻഡുകൾ മാറി 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 ഇസ്ലാമിന്റെ നിയമങ്ങളെ ഓരോന്നോരോന്നായി മുറിച്ചു കളയുന്ന ട്രെൻഡുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ, ഇല്ല, ഞാനൊരു മുഅ്മിനാണെന്ന ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് വ്രതം നിർബന്ധമാക്കിയത്. ലഅല്ലകും തത്തഖൂൻ, ഹൃദയത്തിനകത്ത് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധവും പടച്ച റബ്ബിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും ആരും കാണുന്നില്ലെങ്കിലും ഈ ഇരുട്ടിൽ എന്നെ കാണുന്ന എന്റെ റബ്ബുണ്ടെന്ന ബോധത്തിലേക്ക് ഈ
പരിശുദ്ധ റമദാൻ നമ്മെ പരിവർത്തിപ്പിച്ചോ എന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട സമയമാണ്. കാരണം ഖൽബ് റമദാൻ, റമദാനിന്റെ ഹൃദയം, നോമ്പിന്റെ ഹൃദയം, അത് തഖ്വയാണ്. ആ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് സഹോദരന്മാരെ നമ്മൾ എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. റമദാൻ ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. ആ ഖുർആനാണ് എന്റെ ഹൃദയത്തിന്റെ വജഅലിൽ ഖുർആന റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി റമദാനിനെ നീ മാറ്റണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ ഖുർആനാണ് എന്റെ ആവേശം എന്ന് പറയാൻ, എന്റെ സന്തോഷം എന്ന് പറയാൻ, എനിക്ക് സമാധാനമുള്ള ഇടമെന്ന് പറയാൻ ഈ റമദാനിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു മാനസിക തലത്തിലേക്ക് മാറാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ട സമയം. ഷഹ്റുൽ ഖുർആനിൽ ഖുർആനുമായി ബന്ധപ്പെടാൻ എനിക്ക് പറ്റിയോ, അതല്ല ഞാൻ പഴയതുപോലെ തിരക്കിലായിരുന്നോ എന്ന് ആത്മാർത്ഥമായി വിചാരണ ചെയ്യേണ്ടതുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, അല്ലാഹുവേ ഈ ജനത എന്റെ ഖുർആനിനെ, നിന്റെ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു പടച്ച റബ്ബേ എന്ന് കാരുണ്യവാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നമുക്കെതിരെ പറയുമ്പോൾ ആ എതിരെ പറയപ്പെടുന്നവരാകുമോ നമ്മൾ? അതല്ല ഖുർആൻ വാദിക്കുന്ന, ഖുർആൻ ശുപാർശ പറയുന്ന, ഖുർആൻ കൈപിടിക്കുന്ന അല്ലാഹുവിന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞ ആ ആളുകളിൽ പെടാൻ നമുക്ക് സാധ്യമാകുമോ എന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. റമദാൻ മാറ്റത്തിന്റെ മാസമാണ്. തെറ്റുകൾ പടച്ച റബ്ബിനോട് ഏറ്റുപറയാനുള്ള മാസമാണ്. ആർക്കെങ്കിലും റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ കഴിഞ്ഞുപോയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിദൂരമാക്കട്ടെ, സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ, അവനെ നരകത്തിലാക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞെങ്കിൽ ആ ആമീനിന് പാത്രമാകുന്നവരാകുമോ നമ്മൾ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. എന്റെ കണ്ണും എന്റെ കാതും എന്റെ മനസ്സും എന്റെ അവയവങ്ങളും ശീലിച്ച ശീലങ്ങളെ ഈ റമദാനിന്റെ രാവുകളിലും പകലുകളിലും ഞാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് കഴുകിക്കളഞ്ഞിട്ടുണ്ടെന്നും പുതിയ തീരുമാനങ്ങൾ കുറിച്ചിട്ടുണ്ടെന്നും ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സഹോദരന്മാരെ? അപ്പോഴാണ് ഈ റമദാൻ നമുക്ക് ഗുണപ്രദമാകുന്നത്. റമദാൻ പാപങ്ങൾ കരിച്ചു കളയുന്ന മാസമാണ്, തൗബ സ്വീകരിക്കാനുള്ള മാസമാണ്, ഏറ്റുപറയാനുള്ള മാസമാണ്. അതിന് നമുക്ക് സാധിച്ചോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. യാ ബാഇയൽ ഖൈർ അഖ്ബിൽ, യാ ബാഗിയ ശർ അഖ്സിർ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക എന്ന വിളിക്ക് എത്രത്തോളം നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? നന്മകൾ കൊണ്ട് നിറക്കാൻ ഈ പരിശുദ്ധ റമദാനിനെ പറ്റിയോ? സമയത്തെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റിയോ? ആത്മാർത്ഥത നമ്മുടെ ആരാധനകളിൽ കടന്നുകൂടിയോ? ആരാധനകളിൽ നമുക്ക് താല്പര്യവും അതുപോലെ തന്നെ അതിന്റെ ഹലാവത്തും ലഭ്യമാകുന്നുണ്ടോ? അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. എന്റെ ആരാധനകളെ കുറിച്ച്, എന്റെ ഖുർആനുമായുള്ള ബന്ധത്തെക്കുറിച്ച്, എന്റെ പാപങ്ങളെക്കുറിച്ച് പരിശുദ്ധ റമദാനിൽ ലഭിക്കേണ്ട ആത്മാവ് എനിക്ക് ലഭിച്ചോ എന്ന ആത്മാർത്ഥമായ ചിന്തയുടെ സമയമാണ്. സുഹൃത്തുക്കളെ, റമദാൻ മാറ്റമുണ്ടാക്കുന്നത് ശരീരത്തിലല്ല, ഹൃദയത്തിനകത്താണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മനസ്സ് നന്നായോ അവനാകുന്ന വിജയം വരിച്ചത് എന്നാണ്. ഈ റമദാനിന്റെ 26 വ്രതങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അസൂയയും പകയും വിദ്വേഷവും നമ്മുടെ മുൻകോപവും നമ്മുടെ ദുഷിച്ച ചിന്തകളും ശഹവാത്തുകളെയും കൺട്രോൾ ചെയ്യാൻ സഹായകമായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് നാം ചിന്തിക്കണം സഹോദരന്മാരെ. ഹൃദയം മാറാത്തിടത്തോളം കാലം, ഹൃദയം ശുദ്ധമാകാത്തിടത്തോളം കാലം നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാവുകയില്ല. കാരണം അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്, അത് നന്നായാലേ ശരീരമാസകരം നന്നാവൂ. അലാ വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടോ? നമ്മുടെ ഇമോഷൻസിൽ മാറ്റമുണ്ടോ? നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റമുണ്ടോ? നമ്മുടെ റിയാക്ഷൻസിൽ മാറ്റമുണ്ടോ? നമ്മുടെ പ്രതികരണ രീതികൾ പഴയതുപോലെ തന്നെയാണോ? ഇന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കണം. നമ്മുടെ വരുമാനം ഹലാലായിട്ടുണ്ടോ? നമ്മുടെ വസ്ത്രം ശരിയായിട്ടുണ്ടോ? നമ്മുടെ പെരുമാറ്റം ശരിയായിട്ടുണ്ടോ? നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പടച്ച റബ്ബിന് ഇഷ്ടമുള്ളത് തന്നെയാണോ? കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, പറയാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അനുഭവിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്റെ റബ്ബിന് ഇഷ്ടമാണോ എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ കാഴ്ചകളെ, നമ്മുടെ കേൾവികളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് പായിക്കേണ്ട ഒരു സമയമാണ് സഹോദരന്മാരെ ഈ വിലപ്പെട്ട സമയം. അതുകൊണ്ട് തന്നെ ചിന്തകൾ ധാരാളമാണ്. ഈ പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളെയും നമ്മൾ പഠിച്ച ആശയങ്ങളെയും അറിവുകളെയും താരതമ്യപ്പെടുത്തി എത്രത്തോളം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മാർത്ഥമായ ബോധം
ബോധത്തിൽ നിന്നുകൊണ്ട് സഹോദരന്മാരെ കൂടുതൽ കൂടുതൽ നന്മയിൽ മുന്നേറാൻ നമുക്കാകേണ്ടതുണ്ട്. സ്വതക്കയുടെ മാസമാണ്. അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്നേഹത്തിന്റെ മാസമാണ്, കാരുണ്യത്തിന്റെ മാസമാണ്, മറ്റുള്ളവന്റെ വേദന അറിയുന്ന മാസമാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അത്താഴം കഴിച്ചിട്ട് മഗ്രിബ് വരെ മാത്രമേ നാം പട്ടിണി കിടക്കുന്നുള്ളൂ. എന്തുമാത്രമാണ് നമുക്ക് ക്ഷീണം. വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില എത്രയാണ് സഹോദരന്മാരെ. അങ്ങനെയെങ്കിൽ കൊല്ലങ്ങളായി ഫലസ്തീനിന്റെ തെരുവീതിയിലൂടെ വയറൊട്ടിയവരായി നടന്നു നീങ്ങുന്ന ആ പിഞ്ചുമക്കൾ അനുഭവിക്കുന്ന വ്യഥ എത്രയാണ്, അവരുടെ വേദന എത്രയാണ്. മറ്റുള്ളവന്റെ വേദനയെ തൊട്ടറിയാൻ, മറ്റുള്ളവന്റെ പ്രയാസത്തെ തൊട്ടറിയാൻ, മറ്റുള്ളവരോട് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, ഇണക്കത്തോടെ, പരസ്പര സൗഹാർദ്ദത്തോടുകൂടെ മുന്നോട്ടു പോകാനുള്ള മനസ്സ് ഈ പരിശുദ്ധ റമദാനിന്റെ ആരാധനകൾ നമുക്ക് സമ്മാനിച്ചില്ലെങ്കിൽ എന്തിനാണ് സഹോദരന്മാരെ ഈ റമദാൻ? എത്രയോ നോമ്പുകാർ എത്ര നോമ്പുകാർ അവന്റെ നോമ്പ് കൊണ്ട് ഗുണമുണ്ടായത് എന്താണ്? ഗുണമുണ്ടായത് പട്ടിണിയും ദാഹവും സഹിച്ചു എന്നല്ലാതെ അവന്റെ നോമ്പ് കൊണ്ട് അവനൊരു ഉപകാരവും ഉണ്ടായിട്ടില്ലെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സുഹൃത്തുക്കളെ, മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ, പുതിയ കാൽവെപ്പിന്റെ, പുതിയ ജീവിത ചിട്ടകളുടെ ക്രമത്തിന്റെ, തീരുമാനങ്ങളുടെ, പുതിയ മൈൻഡ് സെറ്റിന്റെ മാസം അതിനെല്ലാം പ്രചോദനമായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും ഇനിയുള്ള അല്പമണിക്കൂറുകളെ പരമാവധി ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തസ്വീഫിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. പിശാച് മനുഷ്യനെ ബാധിക്കുന്ന ഒരു വഴിയാണ് തസ്വീഫ്. ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്, ആയിട്ടില്ല എന്ന ആ ഒരു പിന്നേക്ക് നീട്ടിവെക്കുന്ന സ്വഭാവം നമ്മൾ മാറ്റിവെക്കണം. ഇയ്യാക് അത്തമന്നി, വ്യാമോഹങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം. ഞാനൊക്കെ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആര് രക്ഷപ്പെടും? ഞാനൊക്കെ പരമാവധി ചെയ്തിട്ടുണ്ട്, ഈമാനുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും സ്വർഗത്ത് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള വ്യാമോഹങ്ങളെ വെടിഞ്ഞ് പടച്ച റബ്ബിലേക്ക് കുതിക്കാനുള്ള സമയമാണ് ഈ ഒരു സമയം. അവസാന സമയം അതിശക്തമായ കുതിപ്പാണ്. അഅ്മാലുനാ ഫിദ്ദുനിയ വറാഹതുനാ ഫിൽ ജന്ന. കർമ്മങ്ങൾക്കുള്ള സമയമാണിത്. നമ്മുടെ വിശ്രമം പരലോകത്താണ്. കർമ്മങ്ങളുടെ പരിസമാപ്തി സ്വർഗമാണ്. സുഹൃത്തുക്കളെ, ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون. പുണ്യങ്ങൾ ചെയ്ത ആളുകൾ സ്വർഗ്ഗത്തിന്റെ അനുഭൂതിയിലാണ്. ഫി ജന്നാത്തിൻ നഈം, അവർ സ്വർഗ്ഗത്തിന്റെ അനുഭൂതിയിലാണ്. അലൽ അറായികി യൻദുറൂൻ, ചാരുമഞ്ചങ്ങളിൽ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കും. ഈ അധ്വാനത്തിന്റെ, ഈ ക്ഷീണത്തിന്റെ, ഈ ഉറക്കമൊഴിക്കലിന്റെ, ഈ പരിശ്രമത്തിന്റെ കൂടെയുള്ളവരെല്ലാം തോന്നിവാസങ്ങളിലേക്ക് പോകുമ്പോൾ, ഇല്ല, ഞാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഴിയിലെ മുന്നോട്ട് പോകൂ എന്ന് ശാഠ്യം പിടിച്ച് ക്ലേശം സഹിച്ച് കയ്യിൽ തീക്കട്ട മുറുക്കി പിടിച്ചവനെ പോലെ അതിശക്തമായ സമരങ്ങളിൽ ജീവിതത്തിൽ ദീനിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയവന്റെ അവന്റെ മുഖത്ത് ഈ ത്യാഗത്തിന്റെ, ഈ ക്ഷീണത്തിന്റെ, ഈ അധ്വാനത്തിന്റെ ഫലം നാളെ സ്വർഗത്തിൽ കാണാൻ സാധിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് ഒരിക്കലും പാഴാക്കാതിരിക്കുക. ഇനിയുള്ള സമയത്തെ ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? റമദാനിനെ ഏറ്റവും നല്ല നിലക്ക് അവസാനിക്കുന്ന ഭാഗ്യവാന്മാരിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഫുദാല ഇബ്നു ഉബൈദ് അദ്ദേഹം പറഞ്ഞു, അന്നി അഅലം അന്നല്ലാഹ് തഖബ്ബല മിന്നി മിസ്ഖാല ഹബ്ബത്തിൻ ഖർദലിൻ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ ലിഅന്ന അല്ലാഹ യഖൂൽ ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അണുമണിയോളം എന്റെ ഒരു കർമ്മം സ്വീകരിച്ചു എന്ന് അറിയലാണ് ഈ ദുനിയാവും അതിലുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചെയ്ത കാര്യങ്ങൾ സ്വീകരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇനിയുള്ള സമയങ്ങളെ ചെലവഴിക്കുകയും ഇനിയുള്ള വിലപ്പെട്ട മണിക്കൂറുകൾ ആരാധനയിലും പ്രാർത്ഥനയിലും സ്വതഖയിലും പുണ്യകർമ്മങ്ങളിലും ധാരാളം നന്മകളിലും മുഴുകുവാനും നാം എല്ലാവരും തിരക്കുകൾ മാറ്റിവെച്ച് ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യണം. കാരണം അടുത്ത ഒരു റമദാൻ നമ്മുടെ രേഖയിൽ പടച്ച റബ്ബ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ എല്ലാ രാത്രിയിലും പടച്ച റബ്ബ് നരകക്കാരെ സ്വർഗത്തിലേക്ക് മാറ്റും എന്ന് പറഞ്ഞ ആ ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിന്റെ
ആരാധനകളുടെ സന്തോഷം, അതിന്റെ പരിസമാപ്തിയാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. ഈദുൽ ഫിത്തർ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ആഘോഷത്തിന്റെ സുദിനമാണ്. ആ ആഘോഷത്തിന്റെ സുദിനത്തെ, പടച്ചറബ് അനുവദിച്ച് നൽകിയ ആഘോഷത്തെ സന്തോഷത്തോടെ സ്നേഹത്തോടെ വരവേൽക്കാനാണ് നാം എല്ലാവരും പരിശ്രമിക്കേണ്ടത്. കാരണം അള്ളാഹു അനുവദിച്ച ആഘോഷമാണിത് എന്നതാണ് ആ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ആഘോഷത്തിന്റെ സുദിനത്തെ പടച്ചറബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വിനിയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. പെരുന്നാളിന്റെ സുദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാന യഖ്തസിലു യൗമൽ ഫിത്രതി ഖബ്ല അൻ യഖ്ദുവ ഇലാ മുസല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പുറപ്പെടും മുമ്പ് പ്രത്യേകമായി കുളിക്കാറുണ്ടായിരുന്നു. പെരുന്നാൾ ദിവസം പ്രത്യേകമായി നാം ജനാബത്തിനൊക്കെ കുളിക്കുന്നത് പോലെ പ്രത്യേക കുളി സുന്നത്തായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക എന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതാണ് ഈ ഈദുൽ ഫിത്തറിൽ നാം രണ്ടാമതായി പാലിക്കേണ്ട കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജുമഅക്ക് ധരിക്കാനും അതുപോലെ തന്നെ ഈദിന് ധരിക്കാനും പ്രത്യേക വസ്ത്രങ്ങളുണ്ടായിരുന്നു എന്ന് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല വസ്ത്രമായിരുന്നു ഈ സുദിനങ്ങൾ ധരിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ, ഈ ദിവസങ്ങളിൽ നാം മോശപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് അല്ലെങ്കിൽ ഇതിനെ പരിഗണിക്കാതെ ഇതിനെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ഒരിക്കലും നമ്മിൽ ഉണ്ടാകരുത്. ഫലസ്തീനിലും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്നു ആളുകൾ എന്നെല്ലാം പറഞ്ഞ് ആളുകൾ പലപ്പോഴും ഈദിന്റെ ആ സന്തോഷത്തെ കെടുത്തിക്കളയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പ്രയാസപ്പെടുന്നവർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയേക്കാൾ വലിയ ഒരു ആയുധം വേറെ ഇല്ലെന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം അവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്ന തരത്തിൽ സാമ്പത്തികമായും ഫിസിക്കലി നമുക്ക് സഹായിക്കാൻ സാധിക്കുന്ന വഴികളുണ്ടെങ്കിൽ ആ വഴികൾ സ്വീകരിക്കുക എന്നല്ലാതെ പടച്ചറബ് സുബ്ഹാനഹു വ തആല അനുവദിച്ചതിനെ ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർദാത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു നിനക്ക് അനുവദിച്ചിട്ടില്ല, ഹറാമാണ് എന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് അല്ലാഹു ചോദിച്ചത് ആരോടെങ്കിലുമല്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അതുകൊണ്ട് ആർഭാടമില്ലാതെ അനിസ്ലാമികതയില്ലാതെ ഇസ്ലാമികമായ നല്ല വേഷം ധരിക്കുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, നല്ല സന്തോഷം പങ്കുവെക്കുന്നത് ഒരിക്കലും കുറ്റമുള്ള കാര്യമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്ത് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞ് ആരും പട്ടിണി കിടക്കാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കി ഈ കാര്യത്തെ ഒരിക്കലും നാം നിഷേധിക്കുന്ന പ്രവണതയുണ്ടാകരുത്. അവിടെ നമ്മൾ പാലിക്കേണ്ടത് ഹറാമായ തരത്തിലുള്ള വേഷവിധാനങ്ങളല്ല നമ്മളും നമ്മുടെ മക്കളും ധരിക്കുന്നത് എന്ന ബോധ്യമാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റിജാൽ യൽബിസു ലബ്സതൽ മർഅ വൻ-നിസാ തൽബിസു ലബ്സതർ റിജാൽ. പുരുഷന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് നാം വാങ്ങിച്ച വസ്ത്രം അത് പാന്റും കുപ്പായവും പോലെ പുരുഷന്മാരുടെ വേഷമാണെങ്കിൽ അത് നാം മാറ്റിയെടുത്തേ പറ്റൂ. ഇനിയുള്ള 3 ദിവസത്തിൽ അതൊരു അജണ്ട തന്നെയാണ്. കാരണം വേഷം അള്ളാഹുവിനോടുള്ള നന്ദിയുടെ അടയാളമാണ്. വേഷം നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്നതല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്റെ റബ്ബിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു വഴിയാണ് എന്റെ വസ്ത്രം. നെരിയാണിക്ക് മീതെ ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ എന്റെ റബ്ബ് എന്നെ സ്നേഹിക്കും. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ പടച്ച റബ്ബ് നോക്കാത്ത ആളുകൾ അവരാരാണ്? അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വേഷം ധരിച്ചവരാണ്. ധരിച്ചിട്ടും ഔറത്തു മറയാത്ത സ്ത്രീകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ടൈറ്റ് ആവരുത്, തെളിഞ്ഞു കാണരുത്, വലിപ്പക്കുറവുകൾ ഉണ്ടാകരുത്. അഴഞ്ഞ നല്ല ഭംഗിയുള്ള വസ്ത്രം ഇസ്ലാമികമായിട്ട് തന്നെ നമുക്ക് ധരിക്കാൻ പറ്റിയ ധാരാളം നല്ല വസ്ത്രങ്ങൾ വിപണിയിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഇപ്പൊ കിട്ടുള്ളൂ, നുണയാണത്. ദീന് പാലിച്ച് വേഷം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനിഷ്ടപ്പെട്ട വസ്ത്രവും വിപണിയിൽ അവൈലബിൾ ആണ്. അത് നാം കണ്ടറിഞ്ഞു വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. അതോടൊപ്പം വസ്ത്രം വാങ്ങാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ അയൽപ്പക്കത്തോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നാം പരിഗണിക്കണമെന്ന് ചേർത്ത് വെക്കുകയാണ്. 3-ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, സുന്നത്തായ കാര്യമാണ് പുരുഷന്മാർ സുഗന്ധം പൂശുക എന്നുള്ളത്. ഈദിന്റെ ദിവസം സുഗന്ധം പൂശുക എന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് മുസല്ലയിലേക്ക് വരേണ്ടത്. ബലി പെരുന്നാൾക്ക് ഭക്ഷണം കഴിക്കാതെയാണ്
മുസല്ലയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഈദുൽ ഫിത്തറിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം പള്ളിയിലേക്ക്, ഈ ഈദ്ഗാഹിലേക്ക് വരാൻ എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം ഈദിന്റെ അന്ന് തക്ബീർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് 11 പോരിശയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതര മതസ്ഥരുടെ ആഘോഷങ്ങൾ, അതുപോലെ തന്നെ ന്യൂ ഇയർ, ബർത്ത്ഡേ, ബ്രൈറ്റ് ടു ബി, ഇങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ 365 ദിവസവും ജോറായി നടക്കുമ്പോൾ ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും അത് പത്ത എന്നൊരു കോലത്തിലാണ് ചില ആൾക്കാരുള്ളത്. തക്ബീർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് സുഹൃത്തുക്കളെ. ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകൻ ഇബ്നു ഉമറും തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നു. അവരുടെ തക്ബീറുകൾ കേട്ട് മറ്റുള്ളവരും അവരുടെ കൂടെ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തക്ബീർ നമ്മൾ ധാരാളമായി ഉരുവിടേണ്ട സമയമാണ് ഈദുൽ ഫിത്ർ. അതുപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് വളരെ നേരത്തെ ഇൻഷാ അല്ലാഹ് 7:30 നമ്മുടെ നമസ്കാരം. അപ്പൊ 7:30 എത്തണമെങ്കിൽ നമുക്കറിയാം, കുട്ടികളെയും മക്കളെയൊക്കെ കുളിപ്പിച്ച് ഒരുക്കി മാറ്റി ഇവിടെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ സത്യമല്ലല്ലോ, വളരെ നേരത്തെ അറിയുന്നൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ വിചാരിച്ച സമയത്തിൽ 5 മിനിറ്റ് ലേറ്റ് ആവുക എന്നല്ലാണ്ട് നേരത്തെ ആവുന്ന അവസ്ഥ ഉണ്ടാകലില്ല. അപ്പൊ നമുക്ക് അത് നേരത്തെ ബോധ്യമുണ്ടാവുകയും നേരത്തെ തന്നെ എല്ലാവരെയും ഒരുക്കിയിട്ട് ഈദ്ഗാഹിലേക്ക് എത്തുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പോകുക എന്നുള്ളത് വളരെ നല്ലൊരു സുന്നത്തായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബത്തും താബീകളും ഒക്കെ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അവരൊക്കെ ഫജ്ർ നിസ്കരിച്ചാൽ ഉടനെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു എന്ന് സ്വഹീഹായ റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നേരത്തെ വരിക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 7ാമത്തെ കാര്യം ഈദ്ഗാഹിലേക്ക് നടന്നു പോവുക എന്നുള്ളതാണ്. വണ്ടി പോകരുതെന്നില്ല, പക്ഷെ ഏറ്റവും നല്ലത് നടന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടുള്ളത്. 8ാമത്തെ കാര്യം പെരുന്നാൾ നമസ്കാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പരിചയപ്പെടുത്തിയ ആ നമസ്കാരത്തിന് നമ്മൾ ആ ഒരു പ്രാധാന്യം കൊടുക്കണം. 9ാമത്തെ കാര്യം പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത്. 10ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, പെരുന്നാൾ നമസ്കാരാനന്തരമുള്ള ഖുത്ബ നമ്മൾ ശ്രവിക്കുക എന്നുള്ളതാണ്. ആ ഖുത്ബ നമുക്ക് ശ്രവിക്കുന്നതിൽ വലിയ പുണ്യമുണ്ട്. മാത്രവുമല്ല, ആ ഖുത്ബയാണ് മുന്നോട്ടുള്ള ഗമനത്തെ നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ലൈൻ നൽകുന്നത്. ഇത്രയും 10 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഈ ചുരുങ്ങിയ വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. പെരുന്നാളിന്റെ ദിവസത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നതുപോലെ തന്നെ ഒരുങ്ങാനും ആ സുന്നത്തുകൾ എടുക്കാനും നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മുടി, നമ്മുടെ വേഷങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും അധികം നമ്മളെ ബോഡി, നമ്മുടെ ശരീരം, അത് നമ്മുടെ ആശയത്തെ, നമ്മുടെ ആദർശത്തെ, നമ്മുടെ വിശ്വാസത്തെ കൂടെ എടുത്തു കാണിക്കുന്നതാണ്. അതുകൊണ്ട് എന്തും ധരിക്കുക, ഏത് കോലത്തിലും മുടി വെട്ടുക, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. നല്ല അടക്കവും നല്ല ഒതുക്കവും നല്ല വൃത്തിയിലും നമ്മുടെ മുടിയും നമ്മുടെ വേഷവും ഇതെല്ലാം റെഡിയാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മെ കാണുന്ന മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു മെസ്സേജും കൂടെ കിട്ടണം. അതെന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ, നീ നല്ലൊരു റിലീജിയസ് ആയ ആളാണെന്ന് നിന്റെ വേഷവും നിന്റെ കോലവും കൂടെ പറയണം എന്നതാണ് ഇസ്ലാമിന്റെ ഒരു ലക്ഷ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന വേഷവിധാനങ്ങളും പുതിയ പുതിയ ട്രെൻഡുകളും ഒക്കെ നമ്മൾ മാറ്റി നമുക്ക് ഏറ്റവും അനുകരിക്കാൻ പറ്റിയ ലോകത്തെ ഏറ്റവും അതുല്യനായ ഒരു വ്യക്തിത്വം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരിക്കൽ പോലും അവിടുന്ന് ലഹരി ഉപയോഗിച്ചിട്ടില്ല, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും ഒരു അന്യ പെണ്ണിന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല, ഒരിക്കൽ പോലും ഏതെങ്കിലും തരത്തിൽ അന്യായമായി ഒരു സമ്പത്ത് കൈക്കലാക്കിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതൊരുത്തനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ക്വാളിറ്റിയും ഒത്തിണങ്ങി വന്ന ആളുകളുള്ളത്? കഞ്ചാവടിച്ച് സ്റ്റേജിൽ കയറി തോന്നിയാസം പറയുന്ന ആളുകൾക്ക് കൂക്ക് പിടിച്ച് കൈയടിച്ചു പോകാൻ ആത്മാഭിമാനമുള്ള ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും പറ്റൂല. ഐഡന്റിറ്റി ഇല്ലാത്ത, നെട്ടലില്ലാത്ത, ആദർശമില്ലാത്ത, ഈമാനില്ലാത്ത, സെൽഫ് ബിലീഫില്ലാത്ത, സ്വന്തമായിട്ട് ലക്ഷ്യമില്ലാത്തവനൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യന് പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഖുർആനെയും സുന്നത്തിനെയുമാണ്. അത് നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തുവരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ദിവസങ്ങളെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കട്ടെ. സന്തോഷകരമായ ജീവിതം ഇരു ലോകത്തും അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മൾ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ ഉറച്ചു മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിനെ വിശാലമാക്കുമാറാവട്ടെ. സ്നേഹവും കാരുണ്യവും ഐക്യവും സാഹോദര്യവും അള്ളാഹു നമുക്കിടയിൽ ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാവിധ അനുഗ്രഹവും നമ്മുടെ ഈ രാജ്യത്തിന് വർഷിപ്പിക്കുമാറാവട്ടെ. സമാധാനവും ധാർമ്മികതയും ഈ രാജ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ ദീനീ ബോധം വളർത്തിയെടുക്കുമാറാവട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തിനും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇവിടെയും സ്വർഗത്തിലും ജീവിക്കാനുള്ള ഒരു ഉദവി തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.